മുല്ല വിരിഞ്ഞു പൂമണമില്ലെന്നാരു പറഞ്ഞു, പൂമ്പൊടിയും മൊഞ്ചും കാട്ടി ഞാൻ പറയും മണമുണ്ടെന്ന്. ഒന്നുകൂടെ പാടല്ലേ, കയ്യോട്ടി. പൂമുറ്റത്തൊരു മുല്ല വിരിഞ്ഞു പൂമണമില്ലെന്നാരു പറഞ്ഞു, പൂമ്പൊടിയും മൊഞ്ചും കാട്ടി ഞാൻ പറയും മണമുണ്ടെന്ന്. രണ്ട് തരത്തില് നമ്മൾ കൈ കൊട്ടും. ഞാൻ വരുമ്പോ നിങ്ങൾ കൈ കൊട്ടിയിട്ടുണ്ട്. എനിക്കിതിന്റെ അർത്ഥം എന്താന്ന് അറിയില്ല. ഒന്ന്, നമ്മള് പ്രസംഗം ബോറാവുമ്പം വേഗം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൈ കൊട്ടും, അല്ലെങ്കിൽ ഇഷ്ടായിട്ട്. ഇതിന്റെ ഇടയിൽ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് എങ്ങനെയാ സംസാരിച്ചാ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്ന്. ഐ തിങ്ക് ഓൾ ഓഫ് യു നോ മലയാളം. അതേ അറിയൂല്ലേ, ഇവിടുന്ന് പറയാൻ സമ്മതിക്കാത്തോണ്ട് നമ്മള് കേട്ടൂടെ മലയാളം. കുഴപ്പമില്ലല്ല. എപ്പൊ നിങ്ങൾക്ക് ഇത് ബോറടിക്കുന്നു എന്ന് തോന്നിയാൽ മതി മിസ്സേന്ന് പറഞ്ഞോളാം. അത് ഞാൻ എന്റെ ക്ലാസ്സിലുള്ള 2 പേരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിച്ച 2 പേര് ഇവിടെ ഉണ്ട്. പഠിപ്പിച്ചോ എന്നറിയില്ലെങ്കിൽ പോലും. ഒന്ന്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, രണ്ടാളും പ്രിയപ്പെട്ടതാണ്, പക്ഷെ ഇപ്പോൾ പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത് മാഗസീനുമായി ബന്ധപ്പെട്ടിട്ടാണ് മിസ് പറയുന്നത്. നിജാന മാം, ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. ഞാൻ ഈ ഓമശ്ശേരി പോലും കാണാത്ത ഒരാളാണ്. വരികയായിരുന്നു, കാരണം കുറച്ച് തിരക്കാണ്. വലിയ എഴുത്തുകാരിയായോണ്ടുള്ള തിരക്കല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും ഒരു സ്റ്റുഡന്റ് ആണെന്ന് നിങ്ങൾക്കറിയല്ലോ. ഞാൻ MA സൈക്കോളജി ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ എഴുത്തുകാരിയാണ്. അസൈൻമെന്റ് എഴുതുന്ന പണിയാണ് ഇപ്പൊ. അസൈൻമെന്റ് എഴുതലിന്റെ DTP വർക്കുണ്ട് അതിന്റെ. അപ്പൊ ആ തിരക്കില് ഞാൻ നിജാനയുടെ അടുത്ത് പറഞ്ഞു, മോളെ മിസ്സിന് വരാനേ പറ്റൂല. അപ്പൊ അവിടെ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അസൈൻമെന്റ് ഒക്കെ ഞാൻ എഴുതി തന്നോളാം. പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലേ, DTP വർക്ക് ഞാൻ ചെയ്തോളാം, മിസ് ഇങ്ങോട്ട് വന്നാ മതി, ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാ ജെമിനിയിൽ ഇട്ടാ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ധൈര്യത്തിലാണ് വന്നത്. എന്തായാലും നിജാനെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. 2 വാക്കിൽ ഒതുങ്ങൂല. അതുകൊണ്ട് എന്താ പറയാ, അങ്ങനെ 2 വാക്ക് ഒന്നുമില്ല. നല്ലൊരു മോളാണ്. നിങ്ങൾ വിചാരിക്കും മോള് എന്ന് വിളിക്ക് ഇതൊരു ടീച്ചറല്ലേ വിചാരിക്കും അല്ലേ. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മെൻ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചില കുട്ടികൾ നമ്മളെക്കാൾ മുതിരും. അമ്മമാരായിട്ടുള്ളവർക്ക് അറിയാം. നിങ്ങളൊരു ഡാൻസ് കളിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് സന്തോഷം എന്താണ്? നിങ്ങളുടെ മക്കൾ ഒന്ന് നന്നായി ഭംഗിയിലൊന്നും കളിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇവിടെ സ്റ്റേജിൽ നിന്നിട്ട് കളിക്കുമ്പോ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ദേഷ്യം വരുന്നുണ്ടോ? മനുഷ്യന് എന്തിനാ ഏറ്റവും കൂടുതൽ ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനോടായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഏത് നേരം സംസാരിക്കുക അവരാണ് അല്ലെ. അങ്ങനെ വെറുക്കണ്ട. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ വലിയ മക്കളെ പഠിപ്പിച്ചിട്ട് മാത്രമേ എനിക്ക് ശീലമുള്ളൂ, ക്ലാസ്സിൽ നിന്നിട്ടേ ശീലമുള്ളൂ. പിന്നെ 1-2 പ്രാവശ്യം ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ പോയത് അവിടെ എന്റെ മക്കളുള്ളതുകൊണ്ടാണ്. ഒരു മോൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, വേറൊരു സ്കൂളിലെ പ്രിൻസിപ്പലാണ്. മക്കള് വലുതായാലും മോൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. കുഞ്ഞിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയതല്ല. അശ്വതിന്റെ അശ്വതിയൊക്കെ ഏത് വർഷമാണ് ഞാൻ പഠിപ്പിച്ചൊന്നും മക്കളെ എനിക്ക് അറിയില്ല. കാരണം ഇപ്പോഴും അടുപ്പുണ്ടാവാൻ നമ്മുടെയൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ ഇറങ്ങിയതാണ്. നിജാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്യാരക്ടർ ഉണ്ടാവുക, മനുഷ്യനാവുക എന്നത് എളുപ്പമല്ല. അങ്ങനെ ഒരു മനുഷ്യനായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ആളാണ് നിജാന. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ അനുഭവിച്ചറിയുന്നതാണ്. ടാലന്റഡ് ആണ്, മോം ലൈക്ക് ക്യാരക്ടറാണ്, ഒക്കെ നിങ്ങൾക്കറിയാം അല്ലെ. നമുക്കൊരു നാടൻ പാട്ട് തുടങ്ങിയാലോ? അപ്പൊ നിങ്ങൾക്കറിയണ നാടൻ പാട്ട് എനിക്കറിയില്ല, എനിക്കറിയുന്ന നാടൻ പാട്ട് നിങ്ങൾക്കും അറിയില്ല. അപ്പൊ ഞാൻ പറയുന്ന മൃഗങ്ങളെയോ കിളികളുടെയോ പക്ഷികളുടെ ഒക്കെ ശബ്ദം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. രാമൻ നായർക്ക് തോട്ടമുണ്ട് 6 അടി പൊക്കത്തില്, തോട്ടത്തില് കാക്കയുണ്ട് 6 അടി പൊക്കത്തില്. എന്താ കാക്കേ? കാക്ക
കാക്കയുടെ ശബ്ദം. എന്താ കാക്കേ? ടീച്ചർ ക്ഷമിക്കണേ. എന്തേ കാക്കേ? അതേത് കാക്ക? എങ്ങനത്തെ ശബ്ദം? അടുത്ത വീട്ടിലുള്ള കാക്കേനല്ല ഞാൻ പുറത്ത് കാണുന്ന കറുപ്പ് കളറിലേതാ. രാമൻ നായർക്ക് തോട്ടമുണ്ട് അരടി പൊക്കത്തില്, തോട്ടത്തില് പൂച്ചയുണ്ട് അരടി പൊക്കത്തില്. എന്താ പൂച്ചേ? എന്തേ പൂച്ചേ? രാമൻ നായർക്ക് തോട്ടമുണ്ട് അരടി പൊക്കത്തില്, തോട്ടത്തില് മൈനയുണ്ട് അരടി പൊക്കത്തില്. എന്താ മൈന? സാധാരണ വേറെ ഏത് സ്കൂളിൽ പോയ മൈനയ്ക്ക് ശബ്ദം ഉണ്ടാവില്ല. അത് ഇവിടുന്ന് ആരോ ഉണ്ടാക്കി ക്ലാക്ക് ക്ലാക്ക് ക്ലീക്ലി. അതാ മുറ്റത്തൊരു മൈന. സുരേഷ് തിരിഞ്ഞു നോക്കി, കറുപ്പ് കലർന്ന തവിട്ടെന്ന് പറയും. ഇത് ഞങ്ങള് പഠിച്ച സ്കൂളിലൊക്കെ. ഇപ്പത്തെ കുട്ടികൾക്ക് അതൊന്നും പഠിക്കാനില്ലാത്തോണ്ട്, പക്ഷെ ആർക്കോ ഒരു ശബ്ദം ഉണ്ടാക്കാൻ അറിയാട്ടോ മൈനേന്റെ. എന്തായാലും വളരെ സന്തോഷം. ഒറ്റ വാക്കിലൂടെ പറയാൻ നമുക്ക് നിർത്താതെ അല്ലേ? നിങ്ങളും ആക്റ്റീവ് അല്ല, ഓവർ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല. രാമൻ നായർക്ക് തോട്ടമുണ്ട് അരടി പൊക്കത്തില്, തോട്ടത്തില് എന്താ വേണ്ടേ? തോട്ടത്തില് തോട്ടത്തില് പട്ടിയുണ്ട് അരടി പൊക്കത്തില്. എന്താ പട്ടി? മക്കളെ ആരെങ്കിലും എന്തേ പറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങൾ എന്തേ വിളിച്ചു പറയാ? എന്താ പട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ഒരു മനുഷ്യനോട് ഇങ്ങനെ കുറച്ച് കാണിക്കോ? ഇല്ല. അപ്പൊ നമ്മള് പറയണ കാര്യം നമ്മൾ ശ്രദ്ധിക്കണ്ടേ? തത്തമ്മേ തത്തമ്മേ നമ്മള് തമ്മില് കൊത്തണ്ട. പഠിക്കോളൂ. തത്തമ്മേ തത്തമ്മേ നമ്മള് തമ്മില് കൊത്തണ്ട, നമ്മള് തമ്മില് കൊത്തിയാലോ കൊത്തി കൊത്തി ചാവൂലേ. എന്റെ ചുണ്ടിനും ചോപ്പു നിറം, നിന്റെ ചുണ്ടിനും ചോപ്പു നിറം, പിന്നെന്തിനാ തത്തമ്മേ നമ്മള് തമ്മില് കൊത്തണത്? തത്തമ്മേ തത്തമ്മേ നമ്മള് തമ്മില് കൊത്തണ്ട, നമ്മള് തമ്മില് കൊത്തിയിട്ട് കൊത്തി കൊത്തി ചാവണ്ട. ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ്? തത്തമ്മേ തത്തമ്മേ എന്നൊന്ന് അടിച്ചു നോക്കുക. അപ്പൊ ആ പാട്ടിന്റെ ഫുള്ള് കിട്ടും കേട്ടോ. പാടി പഠിക്കുക. പാട്ട് പഠിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. ഒരൊറ്റ പാട്ടോടെ പാടിയിട്ട് ഞാനിത് നിർത്തിക്കളാണ് കേട്ടോ. പറയുന്നതാണോ പാടുന്നതാണോ നിങ്ങക്ക് ഇഷ്ടം? ഒന്നും ചെയ്യുന്നല്ല അല്ലെ? പാത്തുമ്മ പാത്തറക്കണ്ണി, പാത്തുമ്മ പാത്തറക്കണ്ണി, പാത്തറക്കണ്ണോണ്ടപ്പം ചുട്ടു. പാടാറില്ലല്ല, നാം മിസ്സിനെ പാടി വേഗം പോകും കേട്ടോ. പാത്തുമ്മ പാത്തറക്കണ്ണി, പാത്തറക്കണ്ണോണ്ടപ്പം ചുട്ടു, ചുട്ടപ്പം കരിഞ്ഞും പോയി വന്ന മക്കളെ തെറ്റിയും പോയി. ബാപ്പുട്ടി തീപ്പെട്ടി മേപ്പൊട്ടെറിഞ്ഞപ്പോ തീപ്പെട്ടി വീണത് മേപ്പടിമേ, തീപ്പെട്ടി എടുക്കണേ ബാപ്പുട്ടി എണീറ്റപ്പോ ബാപ്പുട്ടി വീണത് തീപ്പടിമേൽ. ഒന്ന് സ്പീഡ് കൂട്ടി പാടിക്കോളും. പാത്തുമ്മ പാത്തറക്കണ്ണി, പാത്തറക്കണ്ണോണ്ടപ്പം ചുട്ടു, ചുട്ടപ്പം കരിഞ്ഞും പോയി വന്ന മക്കളെ തെറ്റിയും പോയി. ബാപ്പുട്ടി തീപ്പെട്ടി മേപ്പൊട്ടെറിഞ്ഞപ്പോ തീപ്പെട്ടി വീണത് മേപ്പടിമേ, തീപ്പെട്ടി എടുക്കാനെ ബാപ്പുട്ടി എണീറ്റപ്പോ ബാപ്പുട്ടി വീണത് തീപ്പടിമേൽ. ഈ പാട്ട് പഠിക്കുക. ഫോർ മെമ്മറൈസ് ചെയ്യാൻ നല്ലതാണ്. കാരണം നമ്മള് ബാപ്പുട്ടി വീണത് മേപ്പടിമേൽ എന്നൊക്കെ പഠിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ആ പാട്ടൊക്കെ നിജാനയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കും കേട്ടോ. ഞാൻ വന്നത് എന്തിനാണ്? പാട്ട് പാടാം അല്ലേ? ഇതാണ് എന്നോട് നിജാന പറഞ്ഞിട്ടുള്ളത്. ടീച്ചറെ കുട്ടികളെ ഒരു ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ, ഈ കുട്ടികളെ ഇനി എങ്ങോട്ടാ ആക്റ്റീവ് ആക്കേണ്ടത് എനിക്കറിയില്ല സത്യം പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷം. മിസ് വന്നിട്ടുള്ളത് ബ്ലേസ് ഇനോഗ്രേറ്റ് ചെയ്യാനാണ്. ബ്ലേസ് ഇസ് എ ബ്ലെസ്സിങ് അല്ലെ? ദ വേർഡ് മീൻസ് എന്താ? ബ്ലേസ് ഉള്ളതിന് മീനിങ് ചെയ്തവർക്കൊക്കെ അറിയും. എന്താ മീനിങ്? ടീച്ചറോട് ബ്ലേസ് മീൻസ് ഇറ്റ് ഹാസ് സ്പാർക്ക് ടു സ്റ്റാർട്ട്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയ ബ്ലേസ് മീൻസ് എന്താ കിട്ടും? ലൈറ്റ് എന്ന് കിട്ടും, അല്ലെങ്കിൽ ഫയർ എന്ന് കിട്ടും. ലൈറ്റ്
സ്റ്റിക്ക് ആയാലും ഫയർ ആയാലും അത് താനെ കത്തൂല. ഇവിടെ കിടക്കുന്ന ഓരോ ലൈറ്റും കത്തണമെങ്കിൽ ആര് ചെയ്യണം? ഏതെങ്കിലും ഒരാൾ സ്വിച്ച് ഇടണം. ഓരോ സ്റ്റിക്കിലും എന്തുണ്ട്? തീയുണ്ട്, ഉള്ളിലുണ്ട്. അത് ആരെങ്കിലും കത്തിക്കണം. somebody എന്ത് ചെയ്യണം? ലൈറ്റ് ചെയ്താൽ മാത്രമേ ഇത് വിൽ ബേൺ. അപ്പോൾ ഇതിന് ഉള്ള ആളുകളായിട്ട് ഇവിടെ പിറകില് കുറെ പേരുണ്ട്. ഒരാൾക്കും ഒരു മരവും ഒരു കാടാവില്ല. ഈ കാടാവണമെങ്കിൽ ഒരുപാട് മരങ്ങളാണ്, അല്ലെ അതിന് വലിയ മരം എന്നേ പറയുള്ളൂ. ഈ കാടാവണമെങ്കിൽ, ഈ മാഗസീൻ ആവണമെങ്കിൽ അതിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഇതിന്റെ പിറകിൽ എന്താ പറയാ, പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ വലിയ സ്നേഹം അറിയിക്കുന്നു. കൂടാതെ ഇനി വേറൊന്ന് പറയാനുള്ളത്, ഇതില് ഒരുപാട് പേര് എഴുതാത്തവരുണ്ടാവും. എഴുതുവാനും പാട്ട് പാടുവാനും എല്ലാവർക്കും കഴിയും. പക്ഷേ അവരെ പോലെ എഴുതുവാനും ഇവരെ പോലെ പാടുവാനേ നമുക്ക് കഴിയാത്തതുള്ളൂ. അപ്പൊ എല്ലാവരും എഴുതി തുടങ്ങുക. ഇമ്മിണി വലിയ ബഷീർമാരും ബഷീറത്തികളും ആവുക എന്ന് മാത്രമാണ് പറയുന്നത്. എല്ലാവരും പൂമ്പാറ്റകളാണ്. ഞങ്ങൾ ചെറുതാവുമ്പോ സ്കൂളിൽ പഠിച്ചൊരു പൂമ്പാറ്റയുടെ പാട്ടുണ്ട്. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലിരുന്നു എന്നാണ്. പൂമ്പാറ്റയുടെ പ്രത്യേകത എന്താ? അത് ഏതെങ്കിലും നിങ്ങൾ നോക്കിയാറേ, നിങ്ങൾ കളഞ്ഞ് ഉപദ്രവിക്കുകയാണ് വിചാരിച്ച് കളയുന്ന ഈ ഇതില്ല, എന്താ പറയാ, നമ്മുടെ കറിവേപ്പിന്റെ ഒക്കെ ഇലേന്റെ അടിയിൽ നിന്ന് കറിവേപ്പൊക്കെ തിന്ന് നശിപ്പിക്കുന്നത് പൂമ്പാറ്റകളാണ്. പക്ഷെ പൂമ്പാറ്റ ആദ്യം എന്തായിരുന്നു? നിങ്ങൾ സൈക്കിള് പഠിപ്പിക്കണമെങ്കിൽ നിജാന മിസ്സിന്റെ അടുത്ത് ചോദിച്ചോളാം. ഷീസ് ഐ തിങ്ക് നാച്ചുറൽ സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്തായാലും ബട്ടർഫ്ലൈ ആകുന്നതിന് മുമ്പ് അതൊരു പുഴുവായിരുന്നു. ചിലപ്പോൾ അത് പുഴുവാണെന്ന് വിചാരിച്ച് പലപ്പോഴും പലരും നശിപ്പിച്ചെന്ന് വരും. നമ്മളൊക്കെ ചെയ്യും. അത് പൂമ്പാറ്റ ആവാനാണെന്ന് വിചാരിച്ചില്ല, ഇതിന്റെ അടിയിലൊക്കെ തിന്നോ വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയെങ്കിലും അതിനെ എന്തെങ്കിലും ഒരു പെട്ടിയിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പൊ അത് താനായിക്കോളും. പിന്നെ പൂമ്പാറ്റ അവസാനം എന്താണ് ചെയ്യുന്നത്? അവനവനെ തന്നെ തിന്ന് അവനവന്റെ ഷെല്ല് തന്നെ തിന്നിട്ടാണ് അത് വളരുന്നത്. ഇങ്ങനെ പുഴുവായി ഉറങ്ങി പൂമ്പാറ്റകളായി നിങ്ങൾ എല്ലാവരും പാറിപ്പറക്കണമെന്നാണ് മിസ്സിന്റെ ആഗ്രഹം. ഒന്നാനാം നല്ലൊരിളം കവുങ്ങ് ഇല വിരിച്ചാടണ പാക്കവുങ്ങ് പാക്കവുങ്ങിന്തല പുത്താക്കിനെ പൂവൊന്നും നമ്മള് കാണൂല. അതായത് കുട്ടികളെ മുന്നിൽ കണ്ടാൽ എനിക്ക് പിന്നെ കണ്ണും ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്നേഹം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ഏറ്റവും നല്ല വാക്ക് ഏതാ? ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നത് അല്ലെ? നിങ്ങൾ എന്താ പറയാ? ഉമ്മ അമ്മ എന്നൊക്കെ പറയുന്നവരുണ്ടാവും അല്ലെ? വേറെ ആരൊക്കെ എന്തൊക്കെയോ പേര് പറയുന്നുണ്ട്. അതെന്താ എനിക്കറിയില്ല. ഉമ്മയും അമ്മയും ഒക്കെ ഉമ്മയും അമ്മയുമാകുന്നത് അവർ ഉമ്മ വയ്ക്കുന്നത് കൊണ്ടും അമ്മ എന്ന സ്നേഹം കാണിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടും. അതുകൊണ്ട് സ്നേഹം എന്ന ഒരൊറ്റ വാക്കിനാൽ ഈ ബ്ലേസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സന്തോഷം.